മനോഹരമായ ഈ സഭയിൽ വന്ന് കർത്താവിനെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന ദൈവമക്കളോട് ചേർന്ന് കർത്താവിനെ സ്തുതിച്ചത് ഞാൻ ഒരിക്കലും മറക്കില്ല. പ്രൈസ് ദി ലോർഡ്. പ്രകൃതി വളരെ പ്രതികൂലമായിരുന്നെങ്കിൽ ആ വെള്ളത്തിലൊക്കെ ചവിട്ടി കയറി വന്ന് പ്രൈസ് ദി ലോർഡ് നിങ്ങളുടെ കൂടെ ആയിരുന്നത് ഞങ്ങളുടെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു സംഭവമായിരുന്നു ജീവിതത്തിൽ. पिछले बार जब मैं यहाँ पर आया तो मेरी जिंदगी में एक ऐसी परिस्थिति में मैं आया जबकि मैं कभी भूल नहीं सकता कि वो परिस्थिति क्या थी. यहाँ का पानी, यहाँ का बारिश, उसके बीच में हम परिवार समेत यहाँ आए थे. ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ ഇവിടെയുള്ള ഒരുപാട് സ്ഥലങ്ങൾ കൊണ്ടുവന്ന് കാണിച്ചു. ഇവിടുത്തെ സമ്പന്നതയും ദാരിദ്ര്യവും ഒക്കെ അവരെ പറഞ്ഞു മനസ്സിലാക്കി. അവരിത് കണ്ടിട്ട് വളരെ ഹൃദയത്തിന് വേദനയോടെയാണ് ഞങ്ങൾ മടങ്ങിപ്പോയത്. പ്രൈസ് ദി ലോർഡ്. मुंबई के कई स्थानों पर मैं अपने बच्चों को लेके गया जहाँ पर बहुत संपन्नता है, जहाँ पर दरिद्रता है, सारी चीजों को मैं दिखाया और वो काफी दर्द के साथ वो वापस भी कहते हैं. എൻ്റെ കുഞ്ഞുങ്ങൾ എന്നോട് പറഞ്ഞത് നിങ്ങളോട് ഞാൻ പങ്കുവെക്കുവാൻ താല്പര്യപ്പെടുന്നു. मेरे बच्चों ने जो मुझसे कहा वो मैं आप लोगों के साथ बांटना चाहूँगा. എൻ്റെ ഏറ്റവും ഇളയ കുഞ്ഞെന്നോട് പറയുകയാണ്, നമ്മുടെ ഒരു ലഞ്ച് സ്കിപ്പ് ചെയ്താലും വേണ്ടിയില്ല, ആ പാവപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് ഫുഡ് വാങ്ങിച്ച് നമുക്ക് കൊടുത്താൽ എന്താണെന്ന് ചോദിച്ചു. और उन्होंने छोटी बच्ची ने मुझसे कहा कि ये भले हम एक दोपहर का खाना यदि नहीं खाएं तो भी चलेगा, इन गरीबों को कम से कम एक टाइम का खाना तो हम दे सकेंगे. നിങ്ങളുടെ ഈ യുവജനങ്ങളുടെ ആരാധന വല്ലപ്പോഴും ഒക്കെ ഞാൻ വീഡിയോയിലിട്ട് കണ്ട് പ്രൈസ് ദി ലോർഡ് ഞങ്ങൾ പൊതുശക്തി ഏറ്റെടുക്കുവാൻ ഇടയായിട്ടുണ്ട്. पिछले बार का आराधना मैंने वीडियो टेप में करके गया था और हम लोग अक्सर वो वीडियो टेप में देखते रहते हैं आप लोग के जवानों का आराधना और हम भी उससे बल प्राप्त करते रहते हैं. ഇന്ന് ഞാൻ ഇതെല്ലാം റെക്കോർഡ് ചെയ്തത് എനിക്ക് അടുത്ത ഒരു വർഷത്തേക്കുള്ള ആ സേവിങ്സിലാണ്. अभी भी मैंने ये रिकॉर्डिंग किया, मेरा 1 साल का ये पूरी जमा पूंजी रही. അമേരിക്കയിൽ നല്ല ആരാധനയുള്ള അനേക സഭകളുണ്ട്. अमेरिका में अच्छी आराधना के काफी चर्चेस हैं, പക്ഷെ ഇത്രയും ടേസ്റ്റ് അവിടെ കിട്ടത്തില്ല. लेकिन इतना टेस्ट वहाँ नहीं मिलता. ഇത് നല്ല എനർജറ്റിക് ആയിട്ടുള്ള ആരാധനയാണ്. ये वास्तव में तरोताजा देने वाले അവിടെ കൊളസ്ട്രോളും ഡയബറ്റിക്കും ഉള്ള ആരാധനയാണ്. ട്രാൻസ്ലേഷന്റെ സമയം ഞാൻ കൗണ്ട് ചെയ്തിട്ടില്ല, എനിക്ക് നല്ലതേ കൗണ്ട് ചെയ്തു. ഹിന്ദി പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പോൾ ഈ കർത്താവിന്റെ ദാസൻ ഈ പൈതലിന്റെ ഞാൻ കുറച്ച് ക്ലോസ് ആയിട്ട് പിടിച്ചോണ്ട് പോയി. അവനെ ആരാധിക്കുന്ന കുഞ്ഞ് അറിഞ്ഞില്ല. ദൈവത്തിന് സ്വതന്ത്രം. पिछले बार जब मैं यहाँ पर आया तो लिपिन का बहुत ही क्लोज अप लेके गया था, उसे पता ही नहीं चला. ഞാൻ എന്റെ കുഞ്ഞുങ്ങളോട് പറഞ്ഞതാണോ മോനെ നോക്കാൻ പറഞ്ഞു. मैंने अपने बच्चों को बोला देखो उसको, കൈയടിക്കുന്നത് എങ്ങനെയാണെന്ന് കാണാൻ പറഞ്ഞു. उन्हें बोला देखो वो कैसा हाथ मारता है. അവൻ കൈയടിച്ച് എങ്ങനെയാണെന്ന് അറിയാം. കഴിഞ്ഞ പ്രാവശ്യം आपको मालूम है वो पिछले बार कैसे हाथ കൈ ഇങ്ങനെ പിടിച്ചിട്ട് वो हाथ ऐसा पकड़ कर ആ കയ്യിൽ അങ്ങ് അടിക്കുക. मारता है നന്നായിട്ട് ആരാധിച്ചു. और बहुत अच्छे से आराधना നല്ല കണ്ണടച്ചുകൊണ്ട് ആരാധന. और सब आंख बंद करके करवाता हूँ. ഹല്ലേലൂയ. എനിക്ക് വളരെ സന്തോഷം നൽകി. मुझे बहुत खुशी हुई इस बात പക്ഷെ ഞാൻ ഒന്നും കുഞ്ഞിന് കൊണ്ടുവന്നിട്ടില്ലെന്ന് എന്റെ ഒരു പേന തന്നെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ കൈയടിച്ച പേന കിട്ടുമല്ലോ. അതുകൊണ്ട് എല്ലാരും കൈയടിച്ചു പോയി. अगली बार वो पूरा पेन का बड़ा सेट लेके आने वाला है. ട്രാൻസ്ലേഷൻ കറക്റ്റ് അല്ല. സ്വർഗീയ തീ അയക്കൂ എന്നുള്ളതായിരുന്നല്ലോ നമ്മുടെ തീം. वहाँ का थीम था परमेश्वर स्वर्ग की आग हमारे बीच में. കർത്താവിന്റെ സന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ച് അന്ന് രാത്രിയിൽ തന്നെ കർത്താവിനെ ഗാനം അതിന് ട്യൂണും നൽകാനിടയായി. प्रार्थना किया, उसी रात में प्रभु ने उस गीत को भी दिया, ट्यून भी दिया. പിറ്റേ ദിവസം രാവിലെ തന്നെ ഞാൻ ആ പാട്ട് അവർക്ക് കൈമാറുവാനിടയായി. और दूसरे दिन मैं सुबह उस गीत को उनको दे भी दिया. ഭാവിയിൽ ഇതിന്റെ ഒരു ഹിന്ദി ഗാനം നിങ്ങൾക്കായി ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. പ്രൈസ് ദി ലോർഡ്. भविष्य में हिंदी इसका मैं आप लोगों को दूंगा. ഗാനം ഇങ്ങനെയാണ്. ട്യൂൺ പഠിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് 1 മിനിറ്റ് ആ പാട്ട് കർത്താവിന്റെ സന്നിധിയിൽ പാടി സന്തോഷിക്കാം. സ്വർഗീയ തീയയക്കൂ ഞങ്ങൾ ആത്മാവിൽ കത്തിയിടുവാൻ, ശവക്കെട്ടുകളും രോഗബന്ധനവും എല്ലാം ചാമ്പലായി മാറിയിടുവാൻ, ശവക്കെട്ടുകളും രോഗബന്ധനവും എല്ലാം ചാമ്പലായി മാറിയിടുവാൻ സ്വർഗീയ തീയയക്കൂ ഞങ്ങൾ ആത്മാവിൽ കത്തിയിടുവാൻ, ശവക്കെട്ടുകളും രോഗബന്ധനവും എല്ലാം ചാമ്പലായി മാറിയിടുവാൻ, ശവക്കെട്ടുകളും രോഗബന്ധനവും എല്ലാം ചാമ്പലായി മാറിയിടുവാൻ. ട്യൂൺ പഠിച്ചോ? എളുപ്പം, വളരെ സിമ്പിൾ അല്ലേ? 50 രൂപ. സ്വർഗീയ തീയയക്കൂ ഞങ്ങൾ ആത്മാവിൽ കത്തിയിടുവാൻ, ശവക്കെട്ടുകളും രോഗബന്ധനവും എല്ലാം ചാമ്പലായി മാറിയിടുവാൻ,
Together.